ഇന്ന് ആത്മസംസ്കരണം എന്ന വിഷയമാണ് നമ്മൾ പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് റൂട്ടുകൾ ഉണ്ടാകും. നമ്മുടെ ശരീരം ഒരു റൂട്ട് നമുക്ക് കാണിച്ചു തരും. ശരീരത്തിന്റെ ഇച്ഛകൾ, ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ എന്നൊക്കെയാണ് അതിന് നമ്മൾ പറയാം. പക്ഷെ ആ റൂട്ട് ശരിയായിക്കൊള്ളണമെന്നില്ല. താൽക്കാലികമായിരിക്കും ആ റൂട്ടിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളുമെല്ലാം. അനന്തമായ ഒരു സുഖം, അനന്തമായ ഒരു സന്തോഷം, എന്നേക്കുമുള്ള ഒരു സുഹൃതം അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ശരീരം പറഞ്ഞ റൂട്ടിൽ പോയാൽ കിട്ടില്ല. മറിച്ച് നമ്മുടെ ഈ കാണുന്ന ശരീരത്തിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ നമ്മൾ സംസ്കരിച്ചെടുക്കണം. ആത്മാവും ശരീരവും എപ്പോഴും തമ്മിൽ പോരാട്ടമായിരിക്കും. ആത്മാവ് ഒരു ഭാഗത്ത് നന്മയുടെ വശത്തേക്ക് പിടിച്ചു വലിക്കുമ്പോൾ ശരീരം ഇപ്പുറത്ത് തിന്മയിലേക്കാണ് നമ്മെ പിടിച്ചു വലിക്കുക. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പോരാട്ടം, അതിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ കൂടെ നമ്മൾ ആത്മാവിനെ സംസ്കരിച്ചെടുത്ത് നല്ല രീതിയിൽ ശരീരത്തോട് പോരാടണം. അപ്പോഴാണ് നമുക്ക് വിജയിക്കാനാകും. അങ്ങനെ ആകാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ നമ്മൾ ചോദിക്കും. തീർച്ചയായും പറ്റും. കാട്ടിലെ വലിയ ഭീകരജീവിയായ കാട്ടാനയെ നാട്ടാനയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുണ്ട്. വലിയ അക്രമകാരിയായ ആനയെ കൊണ്ടുവന്ന് മെരുക്കിയെടുത്ത് ആനയുടെ പ്രകൃതിപരമായ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം മാറ്റിയെടുത്ത് ഒരു മനുഷ്യന്റെ കാൽക്കീഴിലേക്ക് മാറ്റുന്നുണ്ട്. അത്ര വലിയൊരു ജീവിയെ എങ്കിൽ മനുഷ്യനെ എന്തായാലും മാറ്റിയെടുക്കാൻ പറ്റും. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു ശംസ് എന്ന് പറയുന്ന ചെറിയൊരു സൂറത്തുണ്ട്. വശംസി വല്ലുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ വൽ അർളി വമാ തുഹാഹ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ സൂറത്തിൽ അല്ലാഹു തആല ആദ്യം കുറെ സത്യം ചെയ്ത് പറയുന്നുണ്ട്. സൂര്യനെ, ചന്ദ്രനെ, പകലിനെ, രാത്രിയെ, ഇങ്ങനെ കുറെ സത്യം ചെയ്ത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നു ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. മൻ, ഒരുത്തൻ. ആരാണ് ആ വിജയിച്ചവൻ? സക്കാഹ, ആ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ തസ്കിയത്ത് നടത്തി സംസ്കരണം നടത്തിയവൻ വിജയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ. വഖദ് ഖാബ മൻ ദസ്സാഹ, എന്നാൽ അതിൽ നിന്ന് അശ്രദ്ധവാനായി അങ്ങനെ സംസ്കരിച്ചെടുക്കാത്തവൻ അവൻ പരാജിതനായി പോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ ആത്മാവിനെയാണ് നമ്മൾ സംസ്കരിക്കേണ്ടത്. അതാണ് ആത്മസംസ്കരണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആത്മാവിനെ സംസ്കരിച്ചെടുത്തവനാണ് വിജയിച്ചവൻ. ആത്മാവ് നല്ലതാകണം. ആ ആത്മാവിനെ സംസ്കരിച്ചെടുക്കാൻ എന്താണ് മാർഗങ്ങള് എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പലയിടങ്ങളിലും കാണാം യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ്, നിങ്ങൾ തൗബ ചെയ്യണം, തഖ്വയുള്ളവരായി മാറണം, അല്ലാഹുവിലേക്ക് തഖ്വയുള്ളവരാകണം. നമ്മുടെ അമലുകൾ ശരീരത്തെ തഖ്വയുള്ള, നമ്മുടെ ആത്മാവിനെ തഖ്വയുള്ളതാക്കി മാറ്റണം. തഖ്വക്ക് വലിയ പ്രാധാന്യം നൽകി ഖുർആനിന്റെ പലയിടങ്ങളിലും പറയുന്നത് കാണാം. അപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തോട് ആത്മാവിനെ പോരാടിക്കൊണ്ട് നന്മയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു സംഗതിക്കാണ് നമ്മൾ ആത്മസംസ്കരണം എന്ന് പറയുന്നത്. എല്ലാം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കാനാകും. ഒരു തെറ്റിലേക്ക് പോകുന്ന ശരീരത്തെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് നന്മയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിക്കാനാകുമെന്ന് നമ്മുടെ ആത്മാവ് നമ്മോട് പറയും. അതാണ് മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അതിനുള്ള ഔഷധങ്ങൾ?
ഒരാളുടെ ഹൃദയം സംസ്കരിച്ചെടുക്കാൻ, മനസ്സ് ആത്മാവ് സംസ്കരിച്ചെടുക്കാൻ എന്താണ് അതിനുള്ള മാർഗം എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിമുൽ വഖാസ് തങ്ങൾ പറയുന്നത് കാണാം, വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വതളർഉ ബിസ്സഹർ വമുജാലസാതു സ്വാലിഹീനൽ ഫുളലാ. മഹാനായ ഇബ്രാഹിമുൽ വഖാസ് തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തെ സംസ്കരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ 5 ഔഷധങ്ങളുണ്ട്. ഈ 5 ഔഷധങ്ങളെയും നിങ്ങൾ പ്രയോഗിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് നന്നാക്കിയെടുക്കാനാകും. ഒന്നാമത്തെ ഔഷധമേതാണ്? വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ. അർത്ഥം ചിന്തിച്ച് ഖുർആൻ പാരായണം ചെയ്യലാണ്. അപ്പൊ ഖുർആനിന്റെ പാരായണം ഒരാളുടെ ഖൽബിന് മാറ്റം വരുത്തും. അങ്ങനെ ഖൽബിന് മാറ്റം വരുത്തിയവരെ നമുക്ക് പലരെയും ചരിത്രത്തിൽ കാണാനുണ്ടല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിന് പരിവർത്തനം വന്നത് ഖുർആനിന്റെ പാരായണം കേട്ടിട്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ പോയ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പിന്നീട് വരുന്നത് തങ്ങളുടെ പതാകയും പിടിച്ച് ആ ജാഥയിൽ നിന്നിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബിനെ കാണുന്നത്. കാരണം എന്തേ? ഖൽബിലേക്ക് ഖുർആൻ ആകർഷിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഖൽബിനെ സംസ്കരിച്ചെടുക്കാൻ ഒന്നാമത്തെ ഔഷധം അതേ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. ഖുർആന്റെ പാരായണത്തെ കുറിച്ച് നമ്മൾ വിശാലമായി കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ ആ ഭാഗത്ത് പോണില്ല. രണ്ടാമതായി മഹാനായ ഇബ്രാഹിമുൽ വഖാസ് തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ ഔഷധമേതാണ്? വലിൽ ബത്നിൽ ഖലാ. നമ്മുടെ വയറ് കാലിയാക്കലാണെന്ന് പറഞ്ഞാൽ നോമ്പനുഷ്ഠിക്കലാണ്. ഒരാൾ നന്മയിലേക്ക് വരാൻ ഹൃദയത്തെ അദ്ദേഹത്തിന് സംസ്കരിച്ചെടുക്കാനുള്ള രണ്ടാമത്തെ ഔഷധമേതാണ്? അത് നോമ്പനുഷ്ഠിക്കലാണ്. കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ വികാരങ്ങളെയും അതുപോലെ തന്നെ ഭക്ഷണപാനീയങ്ങളിലേക്കുള്ള ആഗ്രഹങ്ങളെയും എല്ലാം വിലക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കലാണ്. ശരീരത്തിന്റെ താല്പര്യങ്ങളെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ താല്പര്യത്തിന് വേണ്ടി മനസ്സിനെ നിയന്ത്രിക്കലാണ്. അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഖൽബ് ശുദ്ധിയാകാൻ അത് രണ്ടാമത്തെ ഔഷധമാണെന്ന് മഹാനായ ഇബ്രാഹിമുൽ വഖാസ് തങ്ങൾ പറയുകയാണ്. അപ്പൊ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാകും. നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നന്നാകാനുള്ള നമ്മുടെ ശരീരത്തിന്റെ മറ്റുള്ള വികാരങ്ങളെല്ലാം അത് അറ്റിച്ചു കളയും. നന്നാകാനുള്ള ഒരു പ്രേരണയുണ്ടാകും, ആത്മീയമായ വളർച്ചയും ഉണ്ടാകും, ശാരീരികമായ പുരോഗതിയും ഉണ്ടാകും നോമ്പനുഷ്ഠിച്ചാൽ. നോക്കൂ, നിങ്ങൾ ശാസ്ത്രീയമായി നമ്മൾ നോക്കിയാലും നമ്മുടെ ശരീരത്തിന് പുരോഗതികളുണ്ട് നോമ്പനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. 11.5 മണിക്കൂർ ഒരാൾ പട്ടിണി കിടന്നാൽ ശാസ്ത്രം പറഞ്ഞു, ഒരാൾ 11.5 മണിക്കൂർ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടലിൽ വലിയ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ അദ്ദേഹത്തിന്റെ കുടലിൽ പ്രയാസം അനുഭവപ്പെടുമ്പോ രോഗപ്രതിരോധ ശേഷി അദ്ദേഹത്തിന് വർദ്ധിക്കുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. ആ 11.5 മണിക്കൂറിൽ ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ അതെല്ലാം ബാത്തിലായി പോവുകയും ചെയ്യും. ആ നേട്ടം ലഭിക്കില്ല എന്ന് ശാസ്ത്രം പറയുന്നു. വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് എന്താ? ഒരു വെള്ളം പോലും നിങ്ങൾ കുടിക്കാതെ നോമ്പനുഷ്ഠിക്കണം. മറ്റു പല മതസ്ഥർക്കും നോമ്പുണ്ട്, പക്ഷെ നമ്മൾ നോക്കുന്നത് പോലെ ഒരു നോമ്പ് മറ്റുള്ള ആർക്കും ഇല്ല. പൂർണ്ണമായി എല്ലാം ഒഴിവാക്കിയിട്ടുള്ളൊരു നോമ്പല്ല. എന്നാൽ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച ആ നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ശാസ്ത്രം പറഞ്ഞത്. മാത്രല്ല, നേരത്തെ നമ്മൾ പറഞ്ഞു 3 പത്തുകളായിട്ടാണ് നമ്മൾ റമദാനിനെ കാണുന്നത്. റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും ഇത്ഖും മിനന്നാറിന്റെയും 3 പത്തുകൾ. എന്നാൽ ശാസ്ത്രം അതിനെ 3 പത്തുകളായി വേർതിരിക്കുന്നുണ്ട്. അതെന്താണ്?
15ഓളം വരുന്ന ആളുകളിൽ പരീക്ഷണം നടത്തി എന്താണ് ഈ 30 ദിവസത്തിൽ ഒരാൾ തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വരുന്ന പരിവർത്തനം എന്താണെന്ന് ശാസ്ത്രം പഠിച്ചു. അവര് പറഞ്ഞു, ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോഴേക്ക് ശരീരത്തിൽ വലിയ ഒരു പ്രോസസ് നടക്കുന്നുണ്ട്, വലിയൊരു മാറ്റമുണ്ട്. രണ്ടാമത്തെ 10 പുതിയ മാറ്റമുണ്ട്, മൂന്നാമത്തെ 10 വേറെയും മാറ്റമുണ്ട്. എന്താണ് ആ 3 10നെയും അവർ പ്രത്യേകമായിട്ടാണ് ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമത്തെ 10 അവര് വിളിച്ച പേര് ഇനീഷ്യൽ ഫേസ് എന്നാണ്. എന്താണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാല്, നമ്മളെ ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ നോമ്പിന്റെ തുടക്കത്തിൽ ആദ്യത്തെ 10 അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള മുഴുവൻ വിഷാംശങ്ങളെയും വിയർപ്പിലൂടെ പുറന്തള്ളിക്കളയുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. നിങ്ങൾ നോക്കൂ, നോമ്പിന്റെ തുടക്ക സമയങ്ങളിൽ നമുക്ക് കൂടുതൽ വിയർപ്പുണ്ടാകും. ഒരാൾ നോമ്പനുഷ്ഠിച്ച് തുടങ്ങുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ കൂടുതൽ വിയർപ്പ് അനുഭവപ്പെടും. മനുഷ്യന്റെ ശരീരത്തിലെ വിഷാംശങ്ങളെ മുഴുവനും ഈ 10 ദിവസത്തിൽ പുറംതള്ളപ്പെടുമെന്നാണ് ശാസ്ത്രം പറഞ്ഞത്. രണ്ടാമതായി ശാസ്ത്രം പറഞ്ഞത് പ്രോഗ്രസീവ് ഫേസ് എന്നാണ്. രണ്ടാമത്തെ 10 അവര് വിളിച്ച പേര്. നമ്മൾ മഗ്ഫിറത്തിന്റെ 10 എന്നൊക്കെ പറയും, പക്ഷെ അവര് പ്രോഗ്രസീവ് ഫേസ് എന്നാ പറഞ്ഞത്. എന്താണത്? മനുഷ്യന്റെ ശരീരത്തിലുള്ള അനാവശ്യമായ കൊഴുപ്പുകളെ മുഴുവനും ശരീരം പുറത്തേക്ക് തള്ളിക്കളയും. കഫത്തിലൂടെയും മറ്റുമൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യ കൊഴുപ്പുകളെ പുറന്തള്ളിക്കളയുമെന്ന് ശാസ്ത്രം പറഞ്ഞു. മൂന്നാമത്തെ 10 ആകുമ്പോഴേക്ക് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏതൊക്കെ വിറ്റാമിനുകളെ പിടിച്ചു വെക്കാൻ പറ്റുമോ അത്രയും പിടിച്ചു വെച്ച് ശരീരം രോഗാണുക്കളോട് പൊരുതാൻ പറ്റുന്ന രീതിയിൽ പാകപ്പെട്ടിരിക്കുമെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ആത്മസംസ്കരണത്തിന് വേണ്ട ഔഷധവും ശരീരത്തിന്റെ എല്ലാവിധ ഗുണങ്ങളിലേക്കും ശരീരത്തെ എത്തിക്കാൻ, ശരീരം എല്ലാ നിലക്കും ആരോഗ്യപരമായ നിലയിലേക്ക് എത്തിക്കാനും സഹായകമാണ് നോമ്പ് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം അൽ വഖാസ് തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ രണ്ടാമതായി നിങ്ങളുടെ ഹൃദയത്തെ സംസ്കരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നവരാകണം. വലിൽ ബത്നിൽ ഖലാ, നോമ്പനുഷ്ഠിക്കുന്നവരാകണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയം നന്നാകുന്നത്. മൂന്നാമതായി മഹാനായ ഇബ്രാഹിമുൽ വഖാസ് തങ്ങൾ പഠിപ്പിച്ചു, വഖിയാമു ലൈലിൻ വത്തളർഉ ബിസ്സഹർ വമുജാലസതു സ്വാലിഹീനൽ ഫുളലാ. നിങ്ങൾ രാത്രി നിന്നിട്ട് നിസ്കരിക്കുന്നവരായാൽ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരായാൽ, നമ്മുടെ ഹൃദയം ഏകാഗ്രതയോടെ അല്ലാഹുവിനോട് നമ്മളൊന്ന് നിസ്കരിച്ചാൽ ഹൃദയം നന്നാകാനുള്ള ഔഷധമാണ് എന്നാണ്. അതുകൊണ്ട് രാത്രിയിൽ നമ്മൾ അല്ലാഹുവിലേക്ക് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒറ്റക്ക് നിന്ന് രാത്രി സമയങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് വസ്വല്ലാലില്ലാഹി വന്നാസു നിയാം, എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരായാൽ ആത്മാവിനെ സംസ്കരിക്കാനുള്ള മൂന്നാമത്തെ ഔഷധമാണത്. നാലാമതായി മഹാനായ ഇബ്രാഹിമുൽ വഖാസ് തങ്ങൾ പറഞ്ഞു, നാലാമതായി വത്തളർഉ ബിസ്സഹർ, നിങ്ങൾ രാത്രിയുടെ അവസാനത്തെ സമയത്ത്, അത്താഴ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് ഇരുകരങ്ങളെയും അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യണേ. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയണം. അങ്ങനെ അല്ലാഹുവിനോട് ഖൽബ് തുറക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിനോട് അടുക്കുന്നവരാകുന്നത്. നമ്മുടെ ഖൽബ് അടുക്കുമ്പോഴാണ് നമ്മൾ നല്ലവരായിത്തീരുന്നത്. അതാണ് ഇബ്രാഹിമുൽ വഖാസ് തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നാലാമത്തെ ഔഷധം നിങ്ങൾ രാത്രിയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. കഴിഞ്ഞുപോയ മഹാരഥന്മാർ കിടന്നുറങ്ങുന്ന കിടപ്പറയിൽ നിന്ന് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് എഴുന്നേറ്റ് ആരാധനയിലേക്ക് വന്നപ്പോൾ അവര് അല്ലാഹുവിലേക്ക് തിരിഞ്ഞവരായി, അവര് ഹൃദയം നന്നായവരായി,
തഖ്വയുള്ളവരായി മാറിപ്പോയി. അതുകൊണ്ട് തന്നെ രാത്രിയുടെ അന്തിയാമങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഇരുളിന്റെ മറവിൽ അല്ലാഹുവിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തിയാൽ നമ്മൾ തഖ്വയുള്ളവരാണ്, നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ അത് കാരണമാണെന്ന് മഹാനായ ഇബ്രാഹിമുൽ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അഞ്ചാമത്തെ കാര്യം എന്താണ്? വമുജാലസത്തു സ്വാലിഹീനൽ ഫുളലാ. ഒരാൾ നന്നാകണമെന്നുണ്ടെങ്കിൽ അയാൾ നന്നായി തീരാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൂട്ടുകാരൻ നന്നാവുക എന്നുള്ളത്. ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. വമുജാലസത്തു സ്വാലിഹീനൽ ഫുളലാ. നമ്മുടെ കൂട്ടുകാരെ സ്വാലിഹീങ്ങളാകണം. സ്വാലിഹീങ്ങളോടൊന്നിച്ചിരിക്കുന്നവരായാൽ, നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരോടൊന്നിച്ച്, നല്ല ആലിമീങ്ങളോടൊന്നിച്ച് നല്ല കൂട്ടുകാരെ നമുക്ക് വേണം. അപ്പോഴാണ് നമ്മുടെ ഖൽബിന് പരിവർത്തനം വരുന്നത്. കണ്ടില്ലേ, മഹാന്മാരായ മുഴുവൻ സ്വഹാബത്തും സ്വഹാബത്തായതെങ്ങനെ? ഹബീബായ തങ്ങളോട് സുഹബത്ത് കിട്ടിയത് കൊണ്ടല്ലേ? തങ്ങളോടൊന്നിച്ചിരുന്ന് അവിടുന്ന് പറയുന്ന മണിമുത്തുകളെ കേട്ടത് കൊണ്ടല്ലേ സ്വഹാബത്ത് മുഴുവനും ഉയർന്ന പദവിയിലേക്ക് എത്തിയത്? വലിയെന്ന ഔലിയാക്കളുടെ ഉയർന്ന പദവിയിലേക്ക് അവരെത്തിയത് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളോട് സുഹബത്തുണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് നന്നാകാൻ ഏറ്റവും വലിയ ഒരു വഴി നമ്മുടെ കൂട്ടുകെട്ടുകൾ നന്നാകലാണ്, നല്ല മജ്‌ലിസുകളിൽ പങ്കെടുക്കലാണ്, നല്ലവരോടൊന്നിച്ച് ഇരിക്കലാണ്, നല്ലവരോടൊന്നിച്ച് സംസാരിക്കലാണ്. ചീത്ത സ്വഭാവമുള്ള ഒരാളുമായി കൂട്ടുകൂടിയാൽ അവന്റെ സ്വഭാവം അറിയാതെ നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്. അതേ സമയത്ത് നല്ലവനോടൊന്നിച്ച് കൂട്ടുകൂടിയാൽ, നല്ലവനോടൊന്നിച്ച് യാത്ര ചെയ്താൽ, നല്ലവനോടൊന്നിച്ച് താമസിച്ചാൽ, നല്ലവനോടൊന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ അവനിൽ നിന്നുള്ള നല്ല സ്വഭാവങ്ങളെ നമുക്ക് അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനാകുന്നുണ്ട്. ചില ആളുകൾ പറയും, എന്റെ കൂട്ടുകാരൊക്കെ വളരെ മോശമാണ്, അവരൊക്കെ ഈ തെറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അവരെ കൂട്ടത്തിലുണ്ട്, പക്ഷെ ഞാൻ അതിനൊന്നും പോകാറില്ല എന്ന് പറയും. അതൊരു കണക്കിൽ അബദ്ധാണ്. ചിലപ്പോ അറിയാതെ നമ്മൾ അതിൽ പെട്ടുപോകും ഒരു കാലത്ത്. അതുകൊണ്ട് ചീത്ത കൂട്ടുകെട്ടുകൾ പാടെ അങ്ങ് ഒഴിവാക്കണം. അവരെ നന്നാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവരെ കൂടെ നിൽക്കുമ്പോൾ അവരെ നന്നാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഇരുത്തവും നമ്മുടെ സംസാരവും എല്ലാം നന്മയുള്ളവരുടെ കൂടെയാകണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ട് എന്ന് മഹാനായ ഇബ്രാഹിമുൽ വഖാസ് തങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം സംസ്കരിച്ചെടുക്കാനുള്ള 5 ഔഷധങ്ങൾ, മഹാനായ ഇബ്രാഹിമുൽ വഖാസ് തങ്ങൾ പഠിപ്പിച്ച 5 ഔഷധങ്ങൾ, അതിലൂടെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ നമുക്ക് സംസ്കരിച്ചെടുക്കാൻ പറ്റും. എന്നാൽ ആത്മാവിനെ സംസ്കരിച്ചെടുക്കുന്നത് എന്തിനാണ്? എന്താണ് ഒരാളുടെ ആത്മാവ് നന്നായത് കൊണ്ട് കാര്യം? അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാനാണ്. എന്താണ് ഒരാളുടെ ആത്മാവ് നന്നാവുക, അള്ളാഹുവിന്റെ മുമ്പിൽ നല്ലവനാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ തഖ്വയുള്ളവരായി മാറുക എന്നാണ്. ഒരാൾ തഖ്വയുള്ളവനായി മാറിയാൽ അവന്റെ കർമ്മങ്ങൾ മുഴുവനും തഖ്വയുള്ളവരായി മാറണം. അതാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ തഖ്വ ചെയ്യുന്ന അല്ലാഹുവിന് തഖ്വയുള്ളവരാകണേ. അല്ലാഹുവിനോട് തഖ്വയുള്ളവരായി മാറണം നമ്മൾ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൂഫയിലെ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് അലിയാർ തങ്ങളോട് വന്നിട്ട് ചോദിക്കുന്നു, അനുയായികളുടെ ചോദ്യമാണ്, അല്ലയോ അലിയാർ തങ്ങളെ, മത്തഖ്വാ, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ അലിയാർ തങ്ങളെ ഒറ്റ വാക്കിൽ തഖ്വക്ക് മറുപടി പറയാനുണ്ടോ? ഇല്ലല്ലോ. അലിയാർ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ 4 കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ നിങ്ങൾ തഖ്വയുള്ളവരായി മാറി.
ഒന്നാമതായി അലിയാര് തങ്ങൾ പറഞ്ഞത് എന്താണ്? ഹിയൽ ഖൗഫു മിനൽ ജലീൽ. എല്ലാ സമയങ്ങളിലും അല്ലാഹ് എന്ന ഭയമുണ്ടാകലാണ്. രാത്രിയിലും പകലിലും, അങ്ങാടിയിലും അരമനയിലും, വെളിച്ചത്തിലും ഇരുട്ടത്തും എല്ലാ മേഖലകളിലും അല്ലാഹ് എന്ന വിചാരം നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ തഖ്വയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കയറിയവരാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ എല്ലാ സമയത്തും അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന ചിന്ത നമ്മിലേക്ക് വന്നാൽ പിന്നെ നമ്മൾ തഖ്വയുള്ളവരാണ്. കണ്ടില്ലേ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നു. അങ്ങനെ പോകുന്ന ഒരു സംഘം ആളുകളും കൂടെയുണ്ട്. പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങള് ഒരു മോനെ കാണുകയാണ്. ആടിനെ മേക്കുന്ന ഒരു മോനെ കാണുന്നു. ആ മോനോട് ചോദിച്ചു, മോനെ, ഞങ്ങളോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വരുന്നോ? മോൻ പറഞ്ഞു, എനിക്ക് നോമ്പാണ്, ഭക്ഷണം വേണ്ട. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്രയും വലിയ ചൂട് കൊണ്ടിട്ട് നോമ്പനുഷ്ഠിക്കുകയാണോ? അതേ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ആ മോനെ ഒന്ന് പരീക്ഷിക്കുകയാണ്. മോനെ, അതിൽ നിന്ന് ഒരു ആടിനെ എനിക്ക് വിൽപ്പന നടത്തുമോ? ആടിന് വിൽപ്പന നടത്തുമോ എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളോട് ആ മോന് പറയുകയാണ്, ഇത് എന്റെ ആടല്ല, ഇത് എന്നെ വിൽക്കാൻ ഏൽപ്പിച്ചതല്ല, മറിച്ചോ ഈ ആട്ടിൻ പറ്റത്തെ നോക്കി വളർത്താനാണ് എന്റെ യജമാനൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിൽക്കാൻ എനിക്ക് പറ്റൂല. അപ്പ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, മോനെ, എനിക്ക് വിറ്റ് കഴിഞ്ഞാൽ നിന്റെ മുതലാളി ഇത്രയും അധികം ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാട് മിസ്സായി പോയാൽ അറിയില്ലല്ലോ. ഇനി അറിഞ്ഞാൽ തന്നെ ചെന്നായ പിടിച്ചതാണെന്ന് പറഞ്ഞാൽ പോരെ. അപ്പോഴാണ് ആ മോൻ അല്ലാഹ് എന്ന വിചാരം ഖൽബിനകത്തളത്തിനുള്ള പൊന്നുമോൻ പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ, എന്നെയും നിങ്ങളെയും എന്റെ യജമാനനെയും പടച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് കാണുന്നുണ്ടല്ലോ. ആ യജമാനനെയാണ് ഞാൻ ഭയക്കുന്നത്. അതുകൊണ്ട് ആടിനെ തരാൻ പറ്റൂല. ചെറിയ ഒരു മകൻ ആ മോൻ അല്ലാഹുവിനെ കുറിച്ച് ഭയക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെയാണ് മഹാന്മാരായ വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കൾ അല്ലാഹുവിനെ എല്ലാ സമയത്തും ഓർത്തവരാണ്. നോക്കൂ, നിങ്ങൾ തെറ്റിന്റെ അവസരങ്ങൾ വരുമ്പോ അല്ലാഹു തആല തെറ്റിന്റെ പല അവസരങ്ങളും നമ്മുടെ മുമ്പിൽ വന്നു വീഴുമ്പോ ആ തെറ്റിൽ നിന്ന്, തിന്മയിൽ നിന്ന് പിൻവലിയാൻ നമുക്കൊരു ഖൽബ് വേണം. അപ്പോഴാണ് ഖൽബിൽ തഖ്വയുള്ളവരായി മാറുന്നത്. ബസ്റയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരന്റെ പേര് മിസ്കി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. മിസ്കി എന്നാണ് എല്ലാവരും വിളിക്കുക. എന്താ മിസ്കി എന്ന് പറഞ്ഞാല്? നല്ല സുഗന്ധം, മിസ്ക്, നല്ല അത്തറിന്റെ മണം ഉണ്ടാവും അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് ആളുകളൊക്കെ കൂടി ടൈറ്റിട്ട്, അയാൾ ഉമ്മി മാപ്പിട്ട പേരതല്ല, പക്ഷെ അദ്ദേഹത്തിന് ആളുകളൊക്കെ വിളിക്കുന്ന പേര് മിസ്കി എന്നാണ്. അപ്പൊ എന്താണിത് കാരണം എന്ന് ചോദിച്ചപ്പോ മഹാനായ തഫ്സീറുർ റൂഹുൽ ബയാനിൽ പറയുന്നത് കാണാം. ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഞാന് നല്ല, എന്റെ മുഖം അല്ലാഹു തആല നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനാക്കി എന്നെ. ഞാൻ നല്ല സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ എനിക്ക് നല്ല മടിയാണ്, ആളുകളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാൻ വലിയ മടിയാണ്. ഞാനങ്ങനെ ആളുകളുടെ ഇടയിൽ പുറത്തും അങ്ങാടിയിലൊന്നും പോകില്ല. അപ്പൊ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, എന്താ മോനെ ഈ ഇവിടെ ഇങ്ങനെ ഇരിക്കണത്? അങ്ങാടിയിലൊക്കെ പോയിരുന്ന 4 ആളോട് വർത്താനം പറയും, ഈ വീടിന്റെ അകത്ത് തന്നെ അങ്ങനെ ഇരിക്കണോ? പോയ ആളുകൾ വല്ല ജോലിക്കും വിളിച്ചു കഴിഞ്ഞാൽ അതിന് കൂലി കിട്ടും, അതുകൊണ്ട് ജീവിക്കാനുള്ള മാർഗം നോക്കിക്കൂടെ, നീ അങ്ങാടിയിലൊക്കെ പോയിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഈ മോൻ എന്ത് ചെയ്തു? അങ്ങാടിയിൽ പോയിരുന്നു. അങ്ങാടിയിൽ ഇങ്ങനെ പോയിരുന്നപ്പോ ഒരു വയസ്സായ ഒരു ഉമ്മ വന്നു, പ്രായമെത്തിയ ഒരു ഉമ്മ. ആ ഉമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ, എന്റെ കയ്യിൽ കുറച്ച് ചരക്കുണ്ട്, സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതൊന്നും എന്റെ വീട്ടിലേക്ക് എത്തിച്ചു തരുമോ? കൂലിയും കിട്ടുമല്ലോ, ഏതായാലും ഒരു ജോലിയായി.
ആ മോന ഉമ്മാന്റെ കൂടെ ചെന്നു. ഈ സാധനങ്ങൾ ചുമന്ന് കൂടെ നടന്നു. അവസാനം എത്തിച്ചേർന്നത് ഒരു വലിയ കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരത്തിലേക്ക് അങ്ങ് കയറി ചെന്നപ്പോ അതിന് വലിയൊരു കുബ്ബയുണ്ട്. ആ കുബ്ബയുള്ള കൊട്ടാരത്തിന്റെ അകത്ത് അതാ ആ റൂമിലെ കട്ടിലിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. വലിയമ്മയോടൊന്നിച്ച് സാധനങ്ങൾ കൊണ്ട് കൊടുക്കാൻ ജോലിക്കാരനായി ചെന്ന ചെറുപ്പക്കാരന് ഈ മുറിയിലിരിക്കുന്ന സുന്ദരിയായ രാജ്ഞിയായ പെൺകുട്ടി അവൾ ഇവനെ അങ്ങ് വിളിച്ചിട്ട് കൈപിടിച്ച് അവളുടെ മാറത്തേക്കങ്ങ് വലിച്ചിടുന്നു. മാറത്തേക്ക് അശ്ലീല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അവിഹിത ബന്ധത്തിലേക്ക് വേണ്ടി അവളങ്ങ് വലിച്ചിടുമ്പോ അതായി ചെറുപ്പക്കാരൻ പറയുകയാണ്, ഫഖുൽതു അല്ലാഹ്, ഞാനങ്ങ് വിളിച്ചു എന്റെ റബ്ബിനെ. അല്ലാഹ്, ആരാരും കാണാനില്ലല്ലോ, വലിയൊരു കൊട്ടാരത്തിലാണല്ലോ, സുന്ദരിയായ പെൺകുട്ടിയുടെ മാറിടത്തിൽ കിടന്നിട്ട് തെറ്റിലേക്ക് വീണുപോയോ എന്ന് ഭയന്നിട്ട് ഈ ചെറുപ്പക്കാരനങ്ങ് വിളിച്ചു അല്ലാഹ്. ഫഖാല ലാ ബഅസ, അപ്പോൾ ആ പെണ്ണ് എന്നോട് പറഞ്ഞു, ഇല്ല മോനെ, പേടിക്കണ്ട, നീ ബേജാറാകണ്ട, മോളി എന്നെ സമാധാനപ്പെടുത്തി. പക്ഷേ എന്റെ കൽബിനകത്തളത്തിൽ ഈമാനുള്ളത് കൊണ്ട് ഞാൻ ആ പെണ്ണിന്റെ ആവശ്യത്തിലേക്ക് നിന്നുകൊടുത്തില്ല. ഞാൻ അവളുടെ മാറിടത്തിൽ നിന്ന് ഊരിമാറി. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ്. എന്താണ് ഐഡിയ? ഞാൻ പറഞ്ഞു, മോളെ, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, ടോയ്ലറ്റിൽ പോകണം. അങ്ങനെ പറഞ്ഞ് ഞാനാ അതേ ആ പെണ്ണിന്റെ അടുക്കൽ നിന്ന് മാറി ടോയ്ലറ്റിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ഞാൻ ചിന്തിച്ചു, പടച്ചവനെ, ഒരു വലിയ തെറ്റിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഊരി ബാത്റൂമിൽ വരെ എത്തി. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് എനിക്ക് മാർഗമുള്ളത്? ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ആലോചിച്ചു. അദ്ദേഹം വിസർജനം നടത്തി വിസർജ്യ വസ്തു എടുത്ത് അദ്ദേഹത്തിന്റെ മുഖത്തും ശരീരത്തും മുഴുവനും പുരട്ടി ആ നജസ്സുമായി അദ്ദേഹം പെണ്ണിന്റെ മുമ്പിലേക്ക് അങ്ങ് കടന്നു വന്നു. ആ പെണ്ണിന്റെ മനസ്സ് വെറുക്കാൻ വേണ്ടി, ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറുപ്പക്കാരൻ ചെയ്ത ഒരു പ്രയോഗം മുമ്പിലേക്ക് അങ്ങ് വന്നപ്പോ ഈ പെണ്ണ് പറഞ്ഞു, ഈ ചങ്ങാതി ഭ്രാന്തനാണ്, വേഗം എടുത്തോടുത്ത് കൊണ്ടുപോയി ഇടുന്നു. ഈ ചങ്ങാതി ഭ്രാന്തനാണ്, വേഗം കൊണ്ടാക്കാൻ പറഞ്ഞു. കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. ഞാനങ്ങനെ പോകുമ്പോ മജ്നൂനാണെന്ന് പറഞ്ഞ് എന്നെ വിട്ടയച്ചു. അങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാനതാ രാത്രിയിൽ ഒരാളെ കാണുകയാണ്. ആരാണയാൾ? എന്നോട് ചോദിച്ചു, മോനെ, നീ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വരെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ മോനെ. കൊട്ടാരത്തിലെ സൗകര്യത്തിൽ നിന്ന് ആരാരും കാണാതെ അരുതായ്മയിലേക്ക് ക്ഷണിച്ച പെൺകുട്ടിയുടെ മാറിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാ എന്ന വിചാരം കൊണ്ട് പുറത്തിറങ്ങി വന്നപ്പോ അഭിനന്ദനവുമായി വന്നിരിക്കുകയാണ്. വന്നയാള് ചോദിച്ചോ, അത്തഅരിഫുനീ, മോനെ, നീ എന്നെ അറിയുമോ? ഫഖുൽതു ലാ, ഞാൻ പറഞ്ഞു, അറിയൂല. അപ്പൊ വന്ന ആഗതൻ പറഞ്ഞു, ഞാൻ ആരാണ്? അന ജിബ്രീൽ, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ മുഖത്തും ശരീരത്തും മുഴുവനും അങ്ങ് തടവി. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, ഒരു ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശരീരം മുഴുവനും നജസ് പുരട്ടിയിട്ട് ദുർഗന്ധം ഭവിപ്പിച്ച ചെറുപ്പക്കാരന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ശരീരത്തും മുഖത്തിലുമാകെയൊന്ന് തടവിക്കൊടുത്തോ. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ശരീരം മുഴുവനും സുഗന്ധമാണ്.
ഞാൻ അങ്ങനെ നടന്നുപോയാൽ പോയ വഴിയിൽ മുഴുവനും സുഗന്ധമാണ്. അതുകൊണ്ടാണ് എന്നെ നാട്ടുകാര് മുഴുവനും മിസ്കി എന്ന പേരിട്ട് വിളിച്ചത്. അള്ളാഹുവിനെ പേടിക്കേണ്ട ഇടത്ത് പേടിച്ചാൽ അള്ളാഹു തആല നൽകുന്ന സുഹൃതങ്ങളാണിത്. അപ്പോൾ അള്ളാഹുവിനോട് തഖ്വയുള്ള ഖൽബുണ്ടായാൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് നന്നാക്കിയെടുക്കാനാകും. നിങ്ങൾ കണ്ടില്ലേ, ഒരു നാട്ടിൽ ഒരാൾക്ക് കയ്യിലേക്ക് തീക്കണൽ വെച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് പൊള്ളൂല. തീക്കണൽ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്താൽ പൊള്ളൂല. എന്താ കാരണം? ആളുകൾ ചോദിച്ചു, എന്താ അതിന് കാരണം? അപ്പൊ മഹാനവറുകൾ പറയാണ്, ഞാൻ നാട്ടിലെ വലിയ പണക്കാരനായിരുന്നു. അങ്ങനെ ഒരിക്കൽ എന്റെ വീട്ടിലേക്ക് എന്റെ അയൽവാസിയായ പെൺകുട്ടി, അവളുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്, അവൾക്ക് കുട്ടികളുണ്ട്. അപ്പൊ അവള് വലിയ പട്ടിണിയിലായപ്പോ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പണമില്ലാതെ വന്നപ്പോ, ഞാൻ വലിയ ഹാജിയാരാ, ഞാൻ വലിയ പണക്കാരനാണല്ലോ, എന്റെ വീട്ടിലേക്ക് പണം ചോദിച്ചിട്ട് വന്നു. എന്റെ വീട്ടിലേക്ക് പണം ചോദിച്ച് സഹായം ചോദിച്ചു വന്നപ്പോ ഞാൻ ഇതൊന്ന് ചൂഷണം ചെയ്യാൻ വിചാരിച്ചു. എന്റെ വീട്ടുകാരും വീട്ടിലില്ല. ഞാൻ ആ മോളോട് പറഞ്ഞു, മോളെ പണമൊക്കെ നിനക്ക് തരാം, പക്ഷേ നിന്റെ ശരീരത്തെ എനിക്ക് അധീനപ്പെടുത്തി തരുമോ? ചെറുപ്പക്കാരിയായ പെണ്ണ്, ഈമാനുള്ള പെൺകുട്ടിയോട് ഇയാള് പറയാൻ. അപ്പൊ ഈ പെണ്ണ് ആലോചിച്ചു, പഠിച്ചവനെ, ഞാനൊരു പട്ടിണിയായതിന്റെ പേരിൽ, എന്റെ ഭർത്താവ് എന്നെ വിട്ടുപിരിഞ്ഞതിന്റെ പേരിൽ, മക്കള് പട്ടിണി കിടന്നതിന്റെ പേരിൽ ഒരു ഹറാമിലേക്ക് എന്നെ ഒരാൾ ക്ഷണിക്കുകയാണ്. ഞാൻ അയാളുടെ ഖൽബ് എങ്ങനെ മാറ്റിയെടുക്കണമെന്നാണ് ആ പെണ്ണ് ആലോചിച്ചത്. പെണ്ണ് ഉടനെ പറഞ്ഞു, യെസ് പറഞ്ഞു, ഞാൻ നിങ്ങൾ പറഞ്ഞതിലേക്ക് ഞാൻ വഴങ്ങിത്തരാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, ആരും കാണാൻ പാടില്ല. ഇയാള് പറഞ്ഞു, ആരുമില്ല, എന്റെ വീട്ടുകാരും ഇവിടെല്ല, എല്ലാ കഥകളും അടച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ കഥകളും അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. ആ സുന്ദരിയായ പെൺകുട്ടി ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ പറഞ്ഞു, എല്ലാ കഥകളും നിങ്ങൾ അടച്ചോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ. ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു, ഇല്ല, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കവാടം നിങ്ങൾ അടച്ചിട്ടില്ല. അല്ലാഹ് കാണാതെ ഒരാൾക്കും ഒന്നും ചെയ്യാനാകൂല. നിങ്ങൾ പടപ്പുകളെയാണ് പേടിച്ചത്, ഞാൻ പടച്ചവനെയാണ് പേടിച്ചത്. അതുകൊണ്ട് ആ അല്ലാഹുവിന്റെ കവാടം അടച്ചാൽ നിങ്ങൾ പറഞ്ഞതിലേക്ക് ഞാൻ വഴങ്ങിത്തരാം. ഉടനെ ഇയാളുടെ മനസ്സിലേക്ക് തൗബയുടെ ചിന്ത വരുന്നു. പടച്ചവനെ, എനിക്ക് നീ നൽകിയ സമ്പത്തിന്റെ പളപളപ്പ് കൊണ്ട് നീ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ ചിന്തിച്ചു പോയല്ലോ, എനിക്ക് തൗബയുണ്ടോ? ഈ വന്ന ഈമാനുള്ള മോളോട് പറഞ്ഞു, മോളെ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ആ ഈമാനുള്ള പെൺകുട്ടി അവിടെ നിന്നൊരൊറ്റ ദുആ. പഠിച്ചവനെ, ഇയാളോട് ഞാൻ നിന്റെ കാര്യം പറഞ്ഞപ്പോ തഖ്വയുള്ളവരായി തൗബ ചെയ്ത് മടങ്ങിയവരാണ്. ദുനിയാവിലും ആഖിറത്തിലും ഇദ്ദേഹത്തിന് നരകം നീ ഹറാമാക്കണേ അല്ലാ. നരകം ഹറാമാക്കണം എന്ന് പറഞ്ഞാൽ തീ ഹറാമാക്കണേ. അന്ന് മുതൽ, ആ സമയം മുതൽ ആ പെൺകുട്ടി ദുആ ചെയ്ത് ഉടനെ അല്ലാഹ് സ്വീകരിച്ചു. അന്ന് മുതൽ ദുനിയാവിലെ തീ എന്റെ കയ്യിൽ തട്ടി, എനിക്ക് ചൂടൊന്നുമില്ല. തഖ്വയുള്ള നല്ല മനസ്സിന്റെ ഒരു ഉടമയുടെ ദുആഇന്റെ ഇജാബത്താണ്. അപ്പോൾ നമ്മുടെ മനസ്സ് നന്നാക്കിയെടുത്താൽ നമ്മുടെ ദുആഇന് ഇജാബത്തുണ്ട്. എന്റെ ഈമാനുള്ള സഹോദരന്മാരെ, നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ തഖ്വയുള്ളവരാകണം. കച്ചവടത്തിലായാലും ഇടപാടുകളിലായാലും എല്ലാ മേഖലയിലും നമ്മൾ തഖ്വയുള്ളവരായി മാറണേ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് തഖ്വ എന്ന് ചോദിച്ചപ്പോ ഒന്നാമതായി പറഞ്ഞതാണ് ഹിയൽ ഖൗഫു മിനൽ ജലീൽ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ. രണ്ടാമതായി മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞു വൽ അമലു ബിത്തൻസീൽ, നിങ്ങൾ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യണം. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിമുൽ വഖാസ് തങ്ങൾ ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടി പറഞ്ഞ ഒന്നാമത്തെ ഔഷധം ഖുർആനാണ്.
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയുള്ളവനായി മാറണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ് വൽ അമലു ബിത്തൻസീൽ, അതും ഖുർആനാണ്. അപ്പൊ ഖുർആൻ ഒഴിവാക്കിയിട്ട് എവിടെയും ഒരാൾക്കും നന്നാകാൻ കഴിയൂല. ഒരാളെ ഹൃദയം നന്നാകണമെങ്കിൽ ഖുർആനുമായി ടച്ച് വേണം. രക്ഷപ്പെടണമെങ്കിൽ ഖുർആനുമായി ബന്ധം വേണം. ഖുർആനില്ലാതെ ഖുർആൻ മാറ്റിവെച്ചിട്ട് എവിടെയും ഒരാൾക്കും രക്ഷപ്പെടാനാകൂല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞു, ഖുർആനുമായി നിങ്ങൾ അമൽ ചെയ്യണം. ഖുർആനുമായി അമൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഖുർആനോട് ബഹുമാനം വേണം, ഖുർആനിന്റെ പാരായണം നടക്കണം, എല്ലാം വേണം. മൂന്നാമതായി മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞു, വരിളാ ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണേ. അല്ലാഹു തആല നമുക്ക് നൽകിയതുണ്ട്, അതിൽ നമ്മൾ തൃപ്തിയുള്ളവരാണ്. അല്ലാഹു നൽകിയ ജീവിതം, അല്ലാഹു നൽകിയ ജോലി, അല്ലാഹു നൽകിയ സമ്പത്ത്, അല്ലാഹു നൽകിയ സൗന്ദര്യം, അല്ലാഹു നൽകിയ ഭാര്യ, അല്ലാഹു നൽകിയ വീട്, അല്ലാഹു നൽകിയ മക്കള്, ഇങ്ങനെയെല്ലാം അല്ലാഹു തആല നമുക്ക് നൽകിയതിലെല്ലാം നമ്മൾ തൃപ്തിയുള്ളവരായി മാറണം. അപ്പോഴാണ് ഒരാൾ തഖ്വയുള്ളവനായി മാറുന്നത്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണേ, അപ്പോഴാണ് നിങ്ങളുടെ വലിപ്പമറിയുന്നത്. മുകളിലേക്ക് നോക്കിയാൽ അവനോട് അസൂയയാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്കണേ. കാലിനൊരു വേദന വരുമ്പോഴേക്ക്, ഒരു തലവേദന വരുമ്പോഴേക്ക് നമ്മൾ പറഞ്ഞു, എന്തേ പടച്ചവൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാനിങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കല്ല എപ്പോഴും വേദന തരുന്നുണ്ടല്ലോ. നിസ്കരിക്കാത്തവൻ, നോമ്പനുഷ്ഠിക്കാത്തവൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവൻ, അവന് പൂർണ്ണ ആരോഗ്യവാനായി നടക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരില്ലേ? അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പടച്ചവനെ, എനിക്കൊരു കാൽമുട്ടിന് വേദനയല്ലേ വന്നുള്ളൂ, കാല് മുറിച്ചു കളയേണ്ടി വന്നവരെത്രയുണ്ട്. എന്റെ തലവേദന ചെറിയൊരു ടാബ്ലറ്റ് കഴിച്ചപ്പോ മാറിപ്പോയല്ലോ, എന്നാൽ തലക്ക് ക്യാൻസർ വന്നിട്ട് അതേ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ രോഗികൾ എത്രയുണ്ട്. ചെറിയ തൊണ്ടക്ക് വേദന വന്നപ്പോഴേക്ക് നമ്മൾ വിഷമത്തിലാണ്. ആ തൊണ്ടയിൽ ക്യാൻസർ വന്നൊരൊറ്റ വെള്ളം പോലും ഇറക്കാൻ കഴിയാത്ത രോഗികൾ എത്രയുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ താഴോട്ട് നോക്കണേ. ഒരാളൊരു കോണിയിലൂടെ ഇങ്ങനെ കയറി മുകളിലേക്ക് പോകുമ്പോ മേലേക്ക് നോക്കിയാൽ അദ്ദേഹം പിന്നിട്ട ദൂരമറിയാൻ പറ്റൂല. അതേസമയം മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ അദ്ദേഹത്തിന് തലകറങ്ങുന്നു. ഞാൻ ഇത്ര ഉയരത്തിൽ എത്തിയോ എന്ന പേടി തോന്നുന്നു, പിന്നിട്ട ദൂരം മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നോക്കുമ്പോ താഴെയുള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണേ. എനിക്കല്ല വീട് തന്നിട്ടില്ലല്ലോ. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? കിടക്കാൻ ഒരു വാടക കൊടുത്തിട്ടുള്ള വീടാണെങ്കിലും ഉണ്ടല്ലോ. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പീഡികത്തിനും കിടന്നുറങ്ങുന്ന എത്ര പേരുണ്ട്. ഇങ്ങനെ താഴോട്ട് നോക്കിയിട്ട് എന്റെ റബ്ബനിക്ക് നൽകിയ അനുഗ്രഹം എത്രയാണ്. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിലും നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ നല്ല സ്വഭാവം മാറിപ്പോയി, അസൂയ വന്നുപോയി, മറ്റുള്ളവനോട് നമ്മൾക്ക് അസൂയ വെക്കേണ്ടി വന്നുപോയി. അതുകൊണ്ട് ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു തആലയാണ് ഇവിടെ നമ്മൾക്കുള്ള ഓരോന്നായി നമ്മൾക്ക് വിഹിതം വെച്ച് തന്നത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഇവിടെയുള്ള ജീവിതത്തിലെ എല്ലാം നമുക്ക് വിഹിതം വെച്ചു തരുന്നവൻ റബ്ബാണ്. ആ റബ്ബാണ് നമ്മൾ എവിടത്തെ ആളുകളാകണമെന്ന് തീരുമാനിച്ചത്. ഞാൻ ആരുടെ മകനായി ജനിക്കണമെന്ന് തീരുമാനിച്ചത്, ഞാൻ ഏത് അഡ്രസ്സിൽ അറിയപ്പെടണമെന്ന് തീരുമാനിച്ചത്, ഞാൻ എവിടെ ജനിക്കണമെന്ന് തീരുമാനിച്ചത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ.
അല്ലാഹു തആലയാണ് ഞാൻ എങ്ങനെയാകണമെന്ന് തീരുമാനിച്ചത്, അല്ലാതെ എന്റെ സെലക്ഷൻ അല്ലല്ലോ. എന്നതുപോലെ ഇവിടെയുള്ള എല്ലാം നൽകുന്നവൻ അല്ലാഹയാണ്, ഇവിടെയുള്ള ജോലി നൽകിയവൻ അല്ലാഹയാണ്, ഇവിടെയുള്ള സമ്പത്ത് നൽകിയവൻ അല്ലാഹയാണ്, ഇവിടെയുള്ള ആരോഗ്യം നൽകിയവൻ അല്ലാഹയാണ്, ഇവിടെയുള്ള മക്കളെ നൽകിയവൻ അല്ലാഹയാണ്, ഇവിടെയുള്ള ഭാര്യയെ നൽകിയവൻ അല്ലാഹയാണ്. എല്ലാം നൽകിയത് അല്ലാഹയാണെന്ന ചിന്ത മനസ്സിൽ വന്നാൽ പിന്നെ ഒരാളോട് നമുക്ക് അസൂയ വെക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് അലിയാർ തങ്ങൾ പറഞ്ഞത് വറിളാ ബിൽ ഖലീൽ. നിങ്ങളുടെ വസ്ത്രത്തിലും നിങ്ങളുടെ വേഷത്തിലും നിങ്ങളുടെ എല്ലാറ്റിലും നിങ്ങളുടെ തഖ്വയുള്ളവരെ നിങ്ങൾ തൃപ്തിയുള്ളവരായി നല്ല സംതൃപ്തിയുള്ളവരായി മാറണേ. അതല്ലേ മഹാന്മാര് പറഞ്ഞത് വഖനാ ബിതർകിൽ മുസ്തഹാ വൽ ഫാഖിരി മിമ്മ തുഅമിൻ വമലാബിസിൻ വമനാസിലി. അല്ലാഹ് നൽകുന്ന ഭക്ഷണത്തിൽ തൃപ്തിപ്പെടണം, അല്ലാഹ് നൽകിയ വസ്ത്രത്തിൽ തൃപ്തിപ്പെടണം, അല്ലാഹ് നൽകിയ താമസത്തിൽ തൃപ്തിപ്പെടണം. ഇങ്ങനെ അല്ലാഹ് നൽകിയതിലെല്ലാറ്റിലും നമ്മൾ തൃപ്തിപ്പെടുന്നവരായാൽ കിബറുള്ളവരായി നമ്മൾ മാറൂല. ഒരാളോടും അസൂയ വെക്കേണ്ടി വരില്ല. മറ്റൊരുത്തന്റെ ജോലി കണ്ടിട്ട് അസൂയ വെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. മറ്റുള്ളവൻ അല്ലാഹ് കൊടുത്ത നിഅമത്ത് കണ്ട് അസൂയ വെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം എല്ലാം നൽകുന്നവൻ അല്ലാഹയാണ്. ഓരോരുത്തർക്കും സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും സമ്പത്തും ജോലിയും എല്ലാം നൽകുന്നവൻ അല്ലാഹയാണ്. ഇത് മനസ്സിലാക്കിയ ഒരു മുഅ്മിനായ മനുഷ്യന് പിന്നെ അസൂയ വെക്കേണ്ടതില്ലല്ലോ. അസൂയയില്ലാതെയായി പോയാലോ ഗീബത്ത് പറയേണ്ടതില്ലല്ലോ, നമീമത്ത് പറയേണ്ടതില്ലല്ലോ, ദുരാരോപണം നടത്തേണ്ടതില്ലല്ലോ. എല്ലാറ്റിൽ നിന്നും മനസ്സിന് നമുക്ക് ശുദ്ധിയാക്കി എടുക്കാൻ പറ്റും. അതാണ് മഹാനായ അലിയാർ തങ്ങൾ പഠിപ്പിച്ചത് വറിളാ ബിൽ ഖലീൽ. നാലാമതായി തഖ്വയുണ്ടാകണമെങ്കിൽ ഒരാള് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കണം. അതേതാണ്? വല്ലിസ്തിഅദാദു ലിയൗമിർ റഹീൽ. മരണം ഉണ്ട് എന്ന വിചാരമാണ്. ഞാൻ എന്റെ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ വാറ് എന്റെ കാലിനോട് എത്രത്തോളം അടുത്തിട്ടുണ്ട്, അല്ല അതിനേക്കാൾ അടുത്തതാണ് എന്റെ മരണം എന്ന വിചാരം എന്റെ കൽബിലേക്ക് വന്നാൽ ഇപ്പോൾ കഴിഞ്ഞാൽ നാളെയല്ല അടുത്ത നിമിഷം എന്റെ മരണമുണ്ട് എന്ന ചിന്ത എന്റെ കൽബിലേക്ക് വന്നാൽ എന്റെ ആത്മാവ് നന്നാകാതിരിക്കുമോ? ഇതെന്റെ അവസാനത്തെ നോമ്പാണ്, ഇതെന്റെ അവസാനത്തെ പ്രഭാഷണമാണ്, ഇതെന്റെ അവസാനത്തെ ദിവസമാണ്, ഇതെന്റെ അവസാനത്തെ നിമിഷമാണ് എന്ന് ഞാൻ ചിന്തിച്ചാൽ തെറ്റിലേക്ക് എന്റെ മനസ്സ് പോകുമോ? ഒരിക്കലുമില്ലല്ലോ. അതാണ് അലിയാർ തങ്ങൾ പറഞ്ഞത് തഖ്വയുള്ളവരായി മാറണമെങ്കിൽ നിങ്ങൾ മരണത്തെ ഓർക്കണേ. ആ മരണം നമ്മുടെ ചിന്തയിൽ വന്നാൽ ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. ആ മരണത്തിന്റെ സമയമായാൽ ഒരാളെയും ഒരു സമയം പോലും അല്ലാഹ് പിന്തിച്ചിട്ടില്ല. അതേ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. സമയമായാൽ അല്ലാഹു തആല നമ്മളെ വിളിക്കുമ്പോ പോകാൻ തയ്യാറാകണം. ഞാൻ എന്റെ ഡ്രസ്സ് ഒരുക്കിയിട്ടില്ല പറയാൻ പറ്റൂല, എന്റെ മക്കൾക്ക് വേണ്ട ചെലവിനുള്ള പണം കൊടുത്തിട്ടില്ല പറയാൻ പറ്റൂല, എന്റെ ഉമ്മയൊന്ന് കണ്ടോട്ടെ എന്ന് പറയാൻ പറ്റൂല, പാല് കൊടുക്കുന്ന കുഞ്ഞ് കരയുന്നുണ്ട്, ആ കുഞ്ഞിന് പാലൊന്ന് കൊടുത്തോട്ടെ എന്ന് പോലും പറയാൻ പറ്റൂല. 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്ന് അതേ പ്രസവിച്ച കുഞ്ഞിന്റെ മുഖം ഒന്ന് കണ്ടോട്ടെ എന്ന് ആഗ്രഹമില്ലാത്ത ഉമ്മമാരില്ലല്ലോ. പ്രസവത്തിലങ്ങ് മരിച്ചുപോയവരില്ലേ?
കുഞ്ഞിന്റെ മുഖം കാണണ്ട എന്ന് അല്ലാഹുവിന്റെ തീരുമാനമാണെങ്കിൽ പിന്നെ വേറെ വഴിയില്ല. അതാണ് അലിയാർ തങ്ങൾ പറഞ്ഞത്, മരണമുണ്ട് മരണമുണ്ട് എന്ന ചിന്ത നിങ്ങൾ വെക്കണേ. ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ അല്ലാഹ് ഞാൻ എത്ര ദിവസത്തേക്ക് എത്ര കാര്യങ്ങളെ തീരുമാനിച്ചു, വരാനിരിക്കുന്ന എത്ര ദിവസങ്ങളിൽ കല്യാണവും നിക്കാഹുകളും അതേ സൽക്കാരങ്ങളും നോമ്പുതുറകളും തീരുമാനിച്ചു, എത്ര സ്ഥലങ്ങളിൽ ഇപ്പൊ ഞങ്ങൾ പരിപാടികൾ ഏറ്റുപോയി. ഇങ്ങനെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ എത്രയോ ആളുകൾ അതേ അടുത്തടുത്ത ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളും തീരുമാനിച്ചില്ലേ. എന്ത് ഗ്യാരണ്ടിയുണ്ട് മോനെ? എന്റെ കയ്യിലുള്ള മൊബൈലിന് ഗ്യാരണ്ടിയുണ്ട്, എന്റെ വീട്ടിലെ ഫ്രിഡ്ജിന് ഗ്യാരണ്ടിയുണ്ട്, എന്റെ വീട്ടിലെ AC-ക്ക് ഗ്യാരണ്ടിയുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന മുഴുവൻ ഉപകരണങ്ങൾക്കും ഗ്യാരണ്ടിയുണ്ടെങ്കിൽ ഈ ഗ്യാരണ്ടിയുള്ളതിനെ മുഴുവനും ഉണ്ടാക്കിയ മനുഷ്യന് ഗ്യാരണ്ടി പറയാൻ ഒരു ശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരണമണി അതേ മുഴങ്ങുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വഴിപ്പെട്ട് കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്? ലോകം മുഴുവനും അടക്കി ഭരിച്ച പ്രവാചകനാണ്. ജിന്നുകളെ നിയന്ത്രിക്കാനുള്ള അധികാരം ലഭിച്ചവരാണ്. പക്ഷികളോട് സംസാരിക്കാനുള്ള കഴിവ് നൽകിയവരാണ്. മിണ്ടാ പ്രാണികളോട് സംസാരം നടത്തിയവരാണ്. അതേ കാറ്റിനെ അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തവരാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. വന്നിട്ട് സുലൈമാൻ നബിയോട് പരാതി പറയുന്നു, നബിയേ അതേ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുറെ സമയമായി എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് നബിയേ. കുറെ നേരമായി എന്നെ വല്ലാതെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ഈ അസ്റായീലിന്റെ മുമ്പിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം. എന്റെ റൂഹ് പിടിക്കാനാണോ എന്ന പേടി എനിക്കുണ്ട് നബിയേ. ഉടനെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ. ആ കാറ്റ് മുഖേന നിമിഷങ്ങൾ കൊണ്ട് അതേ ഒഴിഞ്ഞ ഒരു ദ്വീപിലേക്ക് ഒരു ഏരിയയിലേക്ക് മാറ്റുകയാണ് ഈ ചെറുപ്പക്കാരനെ. മാസങ്ങളോളം യാത്ര ചെയ്താൽ എത്താത്ത സ്ഥലം, ആ സ്ഥലത്തേക്ക് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ചെറുപ്പക്കാരന് നിമിഷങ്ങളെ കൊണ്ട് കാറ്റ് മുഖേന അങ്ങ് എത്തിച്ചു കളഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ വരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അല്ല അസ്റായീലേ, നീ എന്തിനാണ് ഇങ്ങനെ ആളുകളെ നോക്കി പേടിപ്പിക്കുന്നത്? അതെ, നിനക്ക് റൂഹ് പിടിക്കണമെങ്കിൽ അങ്ങ് പിടിച്ചാ പോരെ, എന്തിനാ ജനങ്ങളെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞപ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അല്ല നബിയേ, ഞാൻ നോക്കി പേടിപ്പിച്ചതല്ല, ഞാൻ എന്നോട് അല്ലാഹു തആല ആ ചെറുപ്പക്കാരന്റെ റൂഹ് പിടിക്കാൻ പറഞ്ഞ സമയമായി. പക്ഷേ റൂഹ് പിടിക്കാൻ പറഞ്ഞ സ്ഥലം ഇവിടെയല്ല, സമയമായിട്ടുണ്ട്, പക്ഷേ സ്ഥലം ഇതല്ല. സമയമായിട്ടും ഇവനെന്തേ ഇവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ചിട്ട് ഞാൻ കൺഫ്യൂഷനായിട്ട് നോക്കിപ്പോയതാണ് നബിയേ, അല്ലാതെ ഞാൻ അവനെ പേടിപ്പിച്ചതല്ല. ഇനി ഇവൻ ഇവിടുന്ന് യാത്ര ചെയ്ത് പോകണമെങ്കിൽ മാസങ്ങളുടെ വഴി ദൂരമുണ്ട്, എങ്ങനെ അവൻ എത്തിച്ചേരുമെന്ന് ഞാൻ ആലോചിച്ചു. അല്ലാഹ് എന്നോട് റൂഹ് പിടിക്കാൻ പറഞ്ഞ സമയമായി, പക്ഷേ അവനെ പിടിക്കാൻ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ നോക്കിപ്പോയതാണ്. ഞാനേതായാലും അല്ലാഹ് എന്നോട് പറഞ്ഞ ഡ്യൂട്ടി ചെയ്യാൻ എന്നോട് പറഞ്ഞ സ്ഥലത്തൊന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ ദ്വീപിലേക്ക് ചെന്ന് നോക്കിയപ്പോ അതാ ആ ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെ നീ ഇവിടെ എത്തി? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം
കാറ്റിലൂടെ ഇവിടെ എത്തിച്ചതാണ്. മരണത്തെ പേടിച്ചോടിയതാണ്. അവിടെ നിന്ന് ചെറുപ്പക്കാരന്റെ റൂഹ് പിടിച്ചിട്ടാണ് നബിയേ ഞാനിപ്പോൾ വരുന്നത്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ജനങ്ങളെ, മരണത്തെ ഭയന്നിട്ട് ഓടിയത് കൊണ്ട് കാര്യമില്ല. ഒരേ വഴിയുള്ളൂ. അതേ ഹബീബായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിലെ ഉമ്മറപ്പടിയിലേക്ക് വന്നിട്ട് സ്വഹാബത്ത് കച്ചവടച്ചരക്കുകളുമായി വ്യാപൃതരായ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ ദുനിയാവിന്റെ സുധാഡംബരങ്ങളെ മുഴുവനും മുറിച്ചു കളയുന്ന അതേ അൽ മൗത്ത്, ആ മരണത്തെ നിങ്ങൾ ഓർക്കണേ സ്വഹാബ. ആ മരണത്തെ ഓർക്കലാണ് മരണത്തിലേക്ക് നമ്മൾ രക്ഷപ്പെടാൻ, ആ മരണം വരുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള മാർഗമുള്ളൂ. മരണത്തെ ഓർത്താൽ തഖ്വയുണ്ട് എന്നാണ് മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. അല്ലാഹു അങ്ങനെ നല്ല തഖ്വയുള്ള മനസ്സിനെ സംസ്കരിച്ചെടുത്ത നല്ല മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതം തഖ്വയിൽ ഊന്നിയ ജീവിതമാക്കണം റഹ്മാൻ.